ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സർക്കിളിൻ്റെ ഇക്വേഷൻ കാണാനുള്ള ഫോർമുലയാണ്. വളരെ സിമ്പിളാണ്. ഇതും CBSE ICC സ്റ്റേറ്റിന് 8ാം ക്ലാസ് മുതൽ ഈ പറയുന്ന 3 ക്ലാസ്സുകാർക്കും ഉപകാരപ്രദമായുള്ള കാര്യമാണ്, 8 മുതൽ +2 വരെയുള്ളവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഷോർട്ട് വീഡിയോയിലേക്ക് പോകാം. ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങൾ എല്ലാവരും ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടാവും. x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ r സ്ക്വയർ. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, O എന്ന് പറയുന്ന ഒരു സെന്റർ ആയിട്ടുള്ള ഒരു സർക്കിളിലെ കോർഡിനേറ്റ് ആണ് എച്ചും കെയും. സെന്ററിന്റെ കോർഡിനേറ്റ് ആണ് എച്ചും കെയും. എ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പോയിന്റ് ആണ്. ആ പോയിന്റിലെ കോർഡിനേറ്റ്സ് ആണ് XY. ഇതെന്ന് പറയുന്നതിന്റെ OA എന്ന് പറയുന്നതിന്റെ റേഡിയസ് ആണ്. OA = R ആണ്. അപ്പൊ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ഇതെങ്ങനെ, ഇപ്പൊ നമുക്കൊരു സംശയം ഉണ്ട്, എങ്ങനെ x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ r സ്ക്വയർ സർക്കിളിന്റെ ഇക്വേഷൻ അതിന് സംശയം നിങ്ങൾക്ക് ഉണ്ടാവാം. ഇത് ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ഈ R ഇവിടെ കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം ഈ OA എന്ന് പറയുന്നതാണ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ R എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഇവിടെ ആറിന്റെ സ്ഥാനത്ത് x1 y1 നമുക്ക് എന്തായിട്ട് എടുക്കാം? എച്ചും കെയും ആയിട്ട് എടുക്കാം. x2 y2 എന്ന് പറയുന്നത് നമുക്ക് x, y ആയിട്ട് എടുക്കാം. അപ്പോൾ x2ന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് വരും? ഇവിടെ x വരും. x മൈനസ് x1ന്റെ സ്ഥാനത്ത് എന്ത് വരും? h വരും. അപ്പോൾ R = √(x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ. ഇപ്പൊ ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് നമുക്ക് റേഡിയസ് R, അതായത് OA കിട്ടി. നമുക്ക് ഇതിനെ സ്ക്വയർ ചെയ്താൽ OA സ്ക്വയർ = R സ്ക്വയർ = x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ എന്ത് കിട്ടി? വളരെ ഈസി ആയിട്ട് സർക്കിളിന്റെ ഇക്വേഷൻ കിട്ടി. വളരെ സിമ്പിൾ ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട്.